മക്കളെ, നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് റേഷ്യോ ആക്കി തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെ സാധിക്കും? വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ആ ട്രയാങ്കിൾ ഒരു സർക്കിളിനകത്ത് വെച്ച് കഴിഞ്ഞാൽ, സെറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു സിറ്റുവേഷൻ ഇത്രേ പറയുന്നുള്ളൂ. നമുക്ക് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾസ് ആർ ഇൻ ദ റേഷ്യോ 1:2:3. ആംഗിൾ ബി ഈസ് ദി ലാർജസ്റ്റ്. അതുപോലെ തന്നെ ആംഗിൾ എ ചെറിയ കോൺ, അതായത് ത്രികോണ എ ബി സിയിൽ കോണുകൾ 1:2:3 എന്ന അനുപാതത്തിലാണ്. ഏറ്റവും വലിയ കോൺ ബിയും ചെറിയ കോൺ എയും ആണ്. എന്നാൽ കോണുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് എ ആണ് കേട്ടോ. അതായത് ആംഗിൾ ബി ഈസ് ദ ലാർജസ്റ്റ് ആൻഡ് എ ഈസ് ദ സ്മോളസ്റ്റ് ആംഗിൾ. വാട്ട് ആർ ദി ആംഗിൾസ്? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഇത് എ ബി സി ആണ്, ബി ലാർജസ്റ്റ് ആംഗിൾ ആണ്, അതുപോലെ എ സ്മോളസ്റ്റ് ആംഗിൾ ആണ്. ആംഗിൾസ് ഏതൊക്കെയായിരിക്കും? നമ്മുടെ റേഷ്യോ 1:2:3 ആണ്. 1:2:3 ആണ്. ഇതിൻ്റെ ടോട്ടൽ ആദ്യം കണ്ടുപിടിക്കണം. 6 ആണ്. ടോട്ടൽ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180. അപ്പം നമ്മൾ 180/6 ആണ് ആദ്യം കാണേണ്ടത്. ഇതാണ് മെത്തേഡ്. ഇനി റേഷ്യോയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമുക്ക് 1:30. അപ്പം നമുക്ക് 1:30 എന്ന് കിട്ടും. പിന്നെ വലിയ ആൾ ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ ബി ആണ് വലിയ ആള്. അപ്പം 3:30 90 എന്ന് കിട്ടും. അടുത്തയാൾ 2:30 60 എന്ന് കിട്ടും. അപ്പം നമുക്ക് 30, ആംഗിൾ എ 30, ആംഗിൾ ബി 90, ആംഗിൾ സി 60. എന്തുകൊണ്ടാണ്? ഏറ്റവും വലിയ കോൺ ബിയും ഏറ്റവും ചെറിയ കോൺ എയുമാണ്. അല്ലെങ്കിൽ നമുക്ക് ലാർജസ്റ്റ് ആംഗിൾ ഈസ് ബി. ആംഗിൾ ബി ഈസ് ദി ലാർജസ്റ്റ് ആംഗിൾ, എ ഈസ് ദ സ്മോളസ്റ്റ് ആംഗിൾ. അപ്പം നമുക്ക് ആംഗിൾ എ 30 കിട്ടി, ആംഗിൾ ബി 90 കിട്ടി. ആ മിച്ചം നിന്ന ആംഗിൾ എന്തായാലും 60 ആവും. എന്തുകൊണ്ടാണ്? ടോട്ടൽ 90 + 30 120 വന്നു. അപ്പം 180 ടോട്ടൽ വരണം. അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് 60 ആയിരിക്കും. ഇനി വളരെ സിമ്പിളായിട്ടുള്ള, എന്നാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പറയാം. മക്കൾ പെട്ടെന്ന് ആൻസർ പറയണം. സി, വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് എ based on the circle with diameter BC. ഡയമീറ്റർ BC, അതായത് BC വ്യാസമായ വൃത്തത്തിൽ എയുടെ പൊസിഷൻ എന്താണ്? BC വ്യാസമായ വൃത്തത്തിൽ എയുടെ പൊസിഷൻ എന്താണ്? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. നമ്മളൊരു വൃത്തം അങ്ങ് വരച്ചു. BC വ്യാസമാണ്, അല്ലെങ്കിൽ BC ഡയമീറ്റർ ആണ്. അപ്പം നമ്മൾ ഇവിടെ BC എന്ന് എഴുതി. അപ്പം തീർച്ചയായിട്ടും നമുക്കറിയാം എ എന്ന് പറയുന്നത് ആംഗിൾ എത്രയാണ്? അങ്ങനെയാണെങ്കിൽ BC വ്യാസമാണെങ്കിൽ എക്ക് എത്രയായിരിക്കും ആംഗിള്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു ഡയമീറ്റർ ആർക്കിൽ എവിടെ ആംഗിൾ ഫോം ചെയ്താലും അത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഡയമീറ്റർ ഫോം ചെയ്യുന്ന ആംഗിൾ ആയതുകൊണ്ട് ഇവിടെ 90 ഡിഗ്രി വരും. അതുപോലെ തന്നെ ആ പൊസിഷൻ തീർച്ചയായിട്ടും സർക്കിളേലായിരിക്കും. അപ്പോൾ നമുക്ക് ഓൺ ദി സർക്കിൾ എന്ന് പറയേണ്ടി വരും. ഓൺ ദി സർക്കിൾ, അല്ലെങ്കിൽ സർക്കിളിൻ്റെ പെരിമീറ്റർ, ചുറ്റളവിലായിരിക്കും. അപ്പം നമുക്ക് ഓൺ ദി സർക്കിൾ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഡയമീറ്റർ BC ആണെങ്കിൽ തീർച്ചയായിട്ടും എയുടെ പൊസിഷൻ ആ സർക്കിളിലായിരിക്കും. അപ്പം ഓൺ ദി സർക്കിൾ ആയിരിക്കും അതിൻ്റെ ആൻസർ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് മക്കൾ കണ്ടു നോക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചായിരുന്നു. AB BC AC അതിൻ്റെ ലെന്ത് തന്നിട്ട് നമ്മൾ BCയെ ബേസ് ചെയ്ത് ഡയമീറ്റർ വരച്ചാൽ എയുടെ പൊസിഷൻ എന്ത്, ACയെ ബേസ് ചെയ്ത് വരച്ചാൽ ബിയുടെ പൊസിഷൻ എന്ത്, ഈ ടൈപ്പ് ഒരു കണക്ക് നമ്മൾ ചെയ്തതാണ്. അതുപോലെ സാർ ഒരു സയൻറ്റിഫിക് സ്റ്റഡി ടെക്നിക്ക് സാർ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പഠിക്കുമ്പോൾ, ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ, ഇപ്പോൾ സർക്കിൾ നമ്മൾ ഏകദേശം തീരാറായി.
അപ്പോൾ ഈ സർക്കിള് അല്ലെ ഏത് ചാപ്റ്റർ പഠിച്ചാലും നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡുണ്ട്, ഒരു സയൻറ്റിഫിക് സ്റ്റഡി ടെക്നിക്കാണ്. സാറ് 20% മാർക്ക് മേടിച്ച സാറ് BSc റാങ്ക് വാങ്ങിച്ച് ഒരു അധ്യാപകരുടെ പോലും സഹായം ഇല്ലാതെ. അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, സാറൊരു പ്രത്യേക സയൻറ്റിഫിക് സ്റ്റഡി ടെക്നിക്ക്, ഒരു പ്രത്യേക മെത്തേഡ് സാറിൻ്റെ സാറിൻ്റെ ഒരു ട്യൂഷൻ ടീച്ചർ സാറിന് ചില ട്രിക്കുകൾ പറഞ്ഞു തന്നു. അതിനെ ബേസ് ചെയ്ത് സാർ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്നറിയോ? നമുക്ക് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇപ്പം നമുക്ക് 30 കണക്കുണ്ട്. ഈ 30 കണക്കുണ്ടെങ്കിൽ അതിനകത്ത് 2ാമത്തേതും 8ാമത്തേതും 15ാമത്തേതും 28ാമത്തേതും കണക്കുകൾ ഏകദേശം ഒരുപോലെയുള്ള കണക്കുകളാണ് കരുതുക. അങ്ങനെയുള്ള കണക്കുകളെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതായത് ഒരേപോലെ വരുന്ന കണക്കുകളെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പം സാറിത് പറയാൻ കാരണം, നമുക്ക് BC എന്ന ഡയമീറ്ററിൽ എയുടെ പൊസിഷൻ എന്ത്, ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. മക്കളെല്ലാ വീഡിയോസും കണ്ടു കഴിയുമ്പോൾ ഇപ്പം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് പഠിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് പിടികിട്ടണമെന്നില്ല. പക്ഷേ അത് റിവിഷൻ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ദയവുണ്ടോ 2ാമത്തേതും 8ാമത്തേതും 15ാമത്തേതും 28ാമത്തേതും കണക്കുകൾ ഒരുപോലെയാണ്. അല്ലെങ്കിൽ 3ഉം 9ഉം 23ാമത്തെയും കണക്കുകൾ ഒരുപോലെയാണ്. അങ്ങനെ ഒരേപോലെ വരുന്ന കണക്കുകളെ നമ്മൾ ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്ത് വെക്കണം. പിന്നെയും ഗ്രൂപ്പിംഗ് ഉണ്ട്. നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള കണക്കുകളെ ഒന്നിച്ച് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കണക്കുകളാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് 7ാമത്തെ കണക്ക് 9ാമത്തെ കണക്ക് 16ാമത്തെ കണക്ക് നമ്മളെല്ലാ കണക്കിനും നമ്മുടേതായ പേര് കൊടുക്കണം. 1, 2, 3, 4, 5 ആ പേര് കൊടുത്തുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കണക്കുകൾക്കെല്ലാം പേര് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ ഒരു ബുക്കിനകത്ത് ഓരോ ചാപ്റ്ററിനെയും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എക്സാം എടുക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമുണ്ട്. എക്സാമിനേഷൻ്റെ അവസാനത്തെ ഒരു 2 മാസമൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. സാറ് BSc പഠിക്കുന്ന സമയത്ത് റിവിഷൻ ചെയ്തതും എക്സാമിനേഷൻ അടുത്തപ്പോൾ ചെയ്ത കാര്യങ്ങളും ഒക്കെ സാറ് മുന്നോട്ട് പറയുന്നുണ്ട്. സാറിൻ്റെ എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി മക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതുപോലെ തന്നെ എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. സാറിനെ മറക്കരുത്. എല്ലാവരും സാറിനെ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ കമൻസൊക്കെ സാറിനെ എഴുതി അറിയിക്കണം.